ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ടോക്ക് ബൈ വിയ കൺസ്ട്രക്ഷൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ വീട് പണിക്ക് മുന്നേ ആയിട്ട് നമ്മുടെ വീടിൻ്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ്. ഡിസൈൻ ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതെ, നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പക്ഷേ ഒരു എസ്തെറ്റിക് ലുക്കിനപ്പുറം ഡിസൈന് വേണ്ട ഇമ്പോർട്ടൻസ് ആരും തന്നെ കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. നമ്മൾ ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം, ആരാണ് എൻ്റെ വീട് ഡിസൈൻ ചെയ്യേണ്ടതെന്ന്. ഇതിനുള്ള ഉത്തരം ആർക്കിടെക്ട്സ് എന്നുള്ളവരാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവർ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആണ്. അവരുടെ അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടൈമിൽ നമ്മുടെ വീട് അതേപോലെയുള്ള ബിൽഡിങ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോഴ്സ് കരിക്കുലം വർക്കിൽ അവർ പഠിച്ചിട്ടുള്ളവരാണ്. അവർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ കോൺസെപ്റ്റിനനുസരിച്ച്, നമ്മുടെ സ്വപ്ന ഭവനം അവർ നമുക്ക് വേണ്ടി റെഡിയാക്കി തരും. അതിനുവേണ്ടി അവർ അവരുടെ ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, ലാൻഡ്സ്കേപ്പ്, അവിടുത്തെ സസ്റ്റൈനബിലിറ്റി വക കാര്യങ്ങളെല്ലാം വകയിരുത്തിയിട്ടാണ് ഡിസൈൻ ചെയ്യുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ സ്ഥലത്തിന് അനുയോജ്യമായ ഒരു ഡിസൈൻ നമുക്ക് വേണ്ടി ചെയ്തു തരും. അപ്പോൾ ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ സ്റ്റുഡിയോനെയാണ് നമ്മൾ ഒരു വീട് പണിയാൻ ആലോചിക്കുമ്പോൾ ആദ്യം ഡിസൈന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ആൾക്കാർ. ഇനി ഡിസൈൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് ഫ്രണ്ടിലേക്ക് എടുക്കുമ്പോൾ കുറേ സ്റ്റെപ്പുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന കോൺസെപ്ച്വലൈസേഷനാണ്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് ഷെയർ ചെയ്തതിന് ശേഷം അയാളൊരു കോൺസെപ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതായത് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ യൂട്ടിലിറ്റി, നമ്മുടെ പ്ലാനിങ് കൈൻഡ് ഓഫ് കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാക്കിയത് വെച്ചിട്ട് ഒരു കോൺസെപ്റ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ വിചാരിച്ചിരുന്ന നമ്മുടെ വീടും അയാൾ പ്രസൻറ്റ് ചെയ്ത കോൺസെപ്റ്റും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് റീഇറ്ററേറ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് സ്പേഷ്യൽ പ്ലാൻ. അതായത് നമ്മുടെ വീടിൻ്റെ സ്പേഷ്യൽ പ്ലാൻ. അത് 2D ലെവലിലും ഉണ്ട്, 3D ലെവലിലും. 2D ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ റൂമുകൾ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം, എങ്ങനെയായിരിക്കും സർക്കുലേഷൻ, എങ്ങനെയായിരിക്കും ഫർണിച്ചർ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും വിൻഡോ പ്ലേസ് ചെയ്യുന്നത്, ഈ കൈൻഡ് ഓഫ് സാധനങ്ങൾ 2D ലെവലിലും. 3D ലെവലിൽ വരുമ്പോൾ ഇതിൻ്റെ വോളിയം എന്താണ്, പുറത്തുനിന്നുള്ള മാസിങ് എന്താണ്, എലിവേഷൻ എങ്ങനെയായിരിക്കും, ഫസാഡ് ഡിസൈൻ എങ്ങനെയായിരിക്കും സീലിങ്ങിൻ്റെ ഹൈറ്റ്, സീലിംഗ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, ഈ കൈൻഡ് ഓഫ് സാധനങ്ങൾ വെച്ച് 3D ഡിസൈൻ നമ്മൾ ഫൈനലൈസ് ചെയ്യും. ഇത് ക്ലയൻറ്റുമായിട്ടുള്ള കുറേ ഡിസ്കഷന് ശേഷം, അത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇതിനോട് പാരലായിട്ട് തന്നെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് സ്ട്രക്ചർ കൺസൾട്ടൻറ്റിനെ കൺസൾട്ട് ചെയ്ത് നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. അതായത് ഫൗണ്ടേഷനും സൂപ്പർ സ്ട്രക്ചറിനും വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ ഡിസൈനും കംപ്ലീറ്റ് ചെയ്യുന്നു. ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മളൊരു വീട് കൺസ്ട്രക്ഷനിലേക്ക് എടുക്കുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് അഡ്വാൻറ്റേജ്, നമുക്ക് ടൈം നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ തീർക്കാൻ പറ്റും. അതായത് ടൈമാണ് നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മൾ ഒരു ഫൈനലൈസ് ചെയ്യാത്ത ഡിസൈനുമായിട്ട് ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പണിയുന്നവർക്ക് ക്ലാരിറ്റി ഉണ്ടാകത്തില്ല, ഒരുപാട് റീവർക്ക് ചെയ്യേണ്ടി വരും, ഒരുപാട് സാധനങ്ങൾ കറക്റ്റ് ചെയ്ത് പൊളിച്ച് പണിയേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയനഷ്ടം വരും. ഈ സമയനഷ്ടത്തോടൊപ്പം തന്നെ രണ്ടാമത് വരുന്ന നഷ്ടമാണ് പൈസ. നമ്മുടെ ബഡ്ജറ്റിൽ നിന്ന് പ്രൊജക്റ്റ് ഓവർഷൂട്ട് ചെയ്ത് പോകുന്നു. അതായത് നമ്മൾ വിചാരിക്കാത്ത കുറേ പൈസ ചിലവാകുന്നു, പൈസ ആവശ്യത്തിൽ കൂടുതൽ പ്രൊജക്റ്റിലേക്ക് ഒഴുക്കേണ്ടി വരുന്നു. അങ്ങനെ നമ്മുടെ കയ്യിൽ ഫണ്ടിനുള്ള ഷോർട്ടേജ് വരും. മൂന്നാമത്തെ സാധനമാണ്, നമ്മൾ വിചാരിച്ചൊരു പ്രൊഡക്റ്റേ കിട്ടത്തില്ല. കാരണം നമ്മൾ ഫൈനലൈസ് ചെയ്യാതിരിക്കുമ്പോൾ ഈ കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ട് നമ്മൾ എന്താണ് ഇനിഷ്യലി വിചാരിച്ചിരുന്ന പ്രൊഡക്റ്റ് അതായിരിക്കത്തില്ല വീട് വന്നു കഴിയുമ്പോൾ. നാലാമത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് എടുക്കാൻ പറ്റും. ഈ കൈൻഡ് ഓഫ് കാര്യങ്ങളെല്ലാം ഫൈനലൈസ്ഡ് ആണെങ്കിൽ നമ്മളൊരു കോൺട്രാക്ടറെ സമീപിക്കുമ്പോൾ നമുക്ക് എല്ലാ ഡ്രോയിങ്സും കൊടുത്തിട്ട് അയാളുടെ അടുത്ത് കൊട്ടേഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫുള്ളി ഫിക്സ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ്, ടൈം എല്ലാം നമുക്ക് കറക്റ്റ് കൺട്രോളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വീട് പണിയുന്നതിന് മുന്നേ ഡിസൈൻ ഫിക്സ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഉത്തരം ഫിക്സ് ചെയ്തിട്ടേ നമ്മൾ വീട് പണി തുടങ്ങാവുള്ളൂ എന്നുള്ളതാണ്.